കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോനെ, മോനെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു എത്തും പിടിയില്ലാതിരിക്കായിരുന്നു. അമ്മ എവിടെ അമ്മാവാ? ദേ അതിനുള്ളിലുണ്ട്. എനിക്കൊന്ന് കാണാൻ. ദേ അവരുടെ അനുവാദം വേണം മോനെ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. പറയുന്നതാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിക്ക്, ദേ ആള് വന്നല്ലോ. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വിജയലക്ഷ്മി അല്ലേ? അതെ. ഇപ്പൊ കുഴപ്പമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഷുവർ, കയറി കണ്ടോളൂ. ഇയാൾ ഒന്നിങ്ങ് വന്നേ. മകനാണല്ലേ? ഇപ്പോ അകത്തേക്ക് പോയത്? അമ്മാവനാ. അയാളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാൻ തുറന്നു പറയാതിരുന്നത്. ഇവിടെ വന്നപ്പോ മുതൽ വലിയ പരിഭ്രമത്തിനും സങ്കടത്തിലുമാണ് കക്ഷി. ആൾക്കും പ്രായമായിരിക്കുമല്ലേ? എന്താ ഡോക്ടർ? അമ്മയുടെ പൊസിഷൻ അല്പം ക്രിട്ടിക്കലാ. ഈ സമയത്ത് ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണാനോ അത്തരം സംഭവങ്ങൾ കേൾക്കാനോ ഇടയാകരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായാൽ അമ്മയെ ചിലപ്പോ മടക്കി കിട്ടില്ല എന്നുള്ളത് കൊണ്ടാ ഞാനിത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് പിടികിട്ടുന്നുണ്ടോ ഇയാൾക്ക്? മനസ്സിലായി. ശരി, അമ്മ കയറി കണ്ടോളൂ. ആശാനെന്തിനാ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു? എടാ, രാജീവ് സാറിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിടാ. സാർ ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുക. അയ്യോ, അപ്പൊ ശാരിക? ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എടാ, വീട്ടുകാരെ എല്ലാ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ശാരികയെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാന്ന സാറ് പറഞ്ഞത്. എടാ, ഞാൻ എന്നാ വിട്ടേക്ക, ഒരു ചെറിയ പ്രശ്നം തീർക്കാണ്ട്. എന്താ ശാനെ? എടാ, ശാരികയുടെ രാജീവ് സാറിനെയും കല്യാണേ നമ്മൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണെങ്കിലും ശാലിനിക്ക് ഇത് പിടിച്ചിട്ടില്ല. വീട്ടുകാരെ അറിയിക്കാറുന്നില്ലേന്ന്. അയ്യോ, ഇനി കുഴപ്പമാകോ? ഇതൊക്കെ സൗന്ദര്യപ്പണക്കല്ലടാ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഞാൻ വിളിച്ചോളാം. ശരിയാ ശാനെ. ഈ ആശാന്റെ ഒരു കാര്യം. കണ്ടില്ലേടാ കിടക്കുന്ന കിടപ്പ്? നിനക്കിപ്പോ തൃപ്തിയായി കാണുമല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മാവാ? നീ തന്നെയല്ലേ എല്ലാം ചെയ്തു വെച്ചത്. നിന്നെ വെള്ള പുതപ്പിച്ച് നടുത്തളത്തിൽ കിടത്തിയിരിക്കുന്നത് കാണാന്നും പറഞ്ഞ് നീ ഇറങ്ങി പോകുമ്പോ ഒരമ്മയുടെ മാനസികാവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്ക് നീ. അതിന്റെ ആധിയിലും പരവേശത്തിലും ആയിരുന്നു വിജയ. വെപ്രാളം പൂണ്ട് നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും വരുത്തി വെക്കൂന്ന്. ദാ ഇപ്പൊ ഈ അവസ്ഥയിലായി. മാർക്കറ്റിലേക്ക് പോവാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്താ
ഇവൾ ഉരുണ്ട് പിടച്ച് വീഴുന്നത്. ഞാൻ പോയി കഴിഞ്ഞോ മറ്റോ ആയിരുന്നെങ്കിൽ ആരറിയാനാ? നിന്റെ അമ്മ ഇപ്പോ ഇല്ല. അമ്മാവ സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് ഇന്നലെ കണ്ടൊരു പെണ്ണിന്റെ പേരിലാണെന്ന് ഓർക്കണം. എടാ, നീ ഒന്ന് ആലോചിക്കണം. ആ പെണ്ണുമായി നീ പ്രേമത്തിലാകുന്നതിന് മുമ്പ് എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാ നമ്മള്. നീയും ഞാനും നിന്റെ അമ്മയും. നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. ഇപ്പോഴോ എവിടെന്നോ വന്നൊരു പെണ്ണ്. അതുപോലെയാണോ സ്വന്തം അമ്മ? എടാ, കാമുകിയോ ഭാര്യയോ ഒക്കെ നമുക്ക് മാറ്റാം. പകരം വേറൊരാളായാലും മതി. അതുപോലെയാണോ സ്വന്തം അമ്മ? ആ ബന്ധം മാറ്റാൻ പറ്റുമോ? ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജന്മം നിനക്കതിന്റെ കുറ്റബോധം മാറുമോ? അത് വിട്ടേക്കടാ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഈ പറയുന്നത്. ഞാനിപ്പോ എന്ത് വേണം അമ്മാവൻ പറയുന്നത്? നീ വാക്ക് തരണം. ആ പെണ്ണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന്. എന്താടാ, ജന്മം തന്ന അമ്മയാണോ അതോ ഇന്നലെ കണ്ട ആ പെണ്ണാണോ നിനക്ക് വലുത്? ഇഷ്ടമില്ലാത്തതിനൊന്നും നിർബന്ധിക്കേണ്ട കൃഷ്ണൻകുട്ടി ചേട്ടാ. മനസാക്ഷി എന്ന് പറയുന്നതൊന്നും ഉണ്ടോടാ നിനക്ക്? നീ ഒന്നും കാണുന്നില്ലേ? എന്താ ചേട്ടാ ബാബ? പറഞ്ഞില്ലേ, അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്. സത്യം ചെയ്യടാ. എടാ, സത്യം ചെയ്യാൻ. പൊറുക്കണ ശാരിയെ, എനിക്കിപ്പോ ഇതേ വഴിയുള്ളൂ.
ശാലിനി, നിക്കണോടെ. അല്ല, ഇയാളിത് എങ്ങോട്ടേ പോകുന്നേ? അയ്യോ, പൊട്ടിയാ? നല്ല ശകുനം. മോശം. അയ്യോ, അതെന്തിനാ താൻ രണ്ടാമത്തെ കളഞ്ഞേ? അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഒരു ചെരുപ്പ് പോയാ പിന്നെ രണ്ടാമത്തേത് മാത്രം കാലിലിട്ടോണ്ട് നടക്കാൻ പറ്റുമോ? ഇയാൾ എന്തൊരു മണ്ടനാണോ? അതാണ് ശാലിനി ജോഡിയുടെ ഒരു പ്രത്യേകത. ഒന്ന് തകരാറിലായാലേ മറ്റേതിനും പ്രശ്നമാവും. നമ്മളെ പോലെ. മനസ്സിലായില്ല. ദൈവം വിഷ്ണുവിനായിട്ട് ശാലിനിക്കായിട്ട് വിഷ്ണുവിനെ സൃഷ്ടിച്ചിരിക്കുമ്പോഴേ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ അത് രണ്ടാൾക്കും പ്രശ്നമല്ലേ? അല്ലേ? ആ പറഞ്ഞത് ശരിയാ. ദൈവം ഇയാളെ സൃഷ്ടിച്ചിരിക്കുന്നതേ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഫുൾ തീർക്കാനും. അതെ, പോലെ പോലെ ഒന്ന് നിക്ക്. അല്ല, ഞാൻ എന്ത് പ്രശ്നം സൃഷ്ടിച്ചെന്നാ? ശാരദാമ്മയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ശാരികയുടെ വിവാഹം അല്ലായിരുന്നോ? ആണാ? അത് നടത്തി കൊടുക്കുമ്പോ വലിയൊരു പ്രശ്നം സോൾവ് ആവുന്ന ഞാൻ കരുതിയത്. ഓ, ഇയാളുടെ ഇങ്ങനത്തെ ഓരോ മണ്ടൻ തോന്നലുകളാ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓ, പിന്നെ ആദ്യം എനിക്ക് ഇയാളോട് മുടിഞ്ഞ പ്രേമമാണെന്ന് തോന്നി. പിന്നെ ശാരികയുടെ വിവാഹ നിശ്ചയത്തിന് വന്നപ്പോ അത് എന്റെ വിവാഹ നിശ്ചയമാണെന്ന് തോന്നി. ഞാൻ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോയപ്പോ എന്നെ സഹായിച്ചോളാൻ വയ്യാന്ന് ഇയാൾക്ക് തോന്നി. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയെന്ന് ഇയാൾക്കറിയോ? ഇയാള് എന്നെങ്കിലും ഒരു തവണയെങ്കിലും സ്വബോധത്തോടെ പെരുമാറിയിട്ടുണ്ടോ? സാധാരണ ആൾക്കാർ കള്ളു കുടിച്ചാ ഫിറ്റ് ആവുന്നത്. ഇയാൾക്ക് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും വെളിവില്ല. എല്ലാം ചെയ്തു വെച്ചിട്ടെ ഇയാളുടെ ഈ ചിരിയോട് കാണുമ്പോ എനിക്ക് കൊല്ലാനാ തോന്നുന്നേ. അല്ല, ഞാൻ ആലോചിക്കരുത്, ഈ കർമ്മിമാരും പള്ളിയിലച്ചന്മാരും ഒക്കെ എത്രയോ ചീത്ത കേൾക്കേണ്ടി വരുമെന്നാ. അല്ല, അവരൊക്കെ ദിവസമേ എന്തോരം കല്യാണം നടത്തി കൊടുക്കുന്നേ, അല്ലേ? ചെയ്തത് പുണ്യപ്രവൃത്തിയാണെന്നോ ഇപ്പോഴും വിചാരം? കർമ്മിമാരും പള്ളിയിലച്ചന്മാരും ഒന്നും കള്ളം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയൊന്നും അല്ല കല്യാണം കഴിപ്പിക്കുന്ന. അതെങ്ങനാ? ഗുണ്ടകൾക്ക് കൊട്ടേഷൻ അല്ലേ പരിചയമുള്ളൂ. അതെ, അവിടെ നിൽക്കണം. അതേ പറ്റിയിട്ട് നമുക്ക് ജീപ്പിൽ ഇരുന്നൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ അങ്ങോട്ട് ആവാം. ഈ കല്യാണം കഴിപ്പിക്കുന്ന രീതികളെന്നായിക്കോട്ടെ ടോപ്പിക്. ഇയാളുടെ വണ്ടിയിൽ ഇനി കയറാനോ? നടപ്പില്ല. നടക്കണ്ടെന്നാ ഞാനും പറഞ്ഞേ. വണ്ടി ഉണ്ടല്ലോ. ഒരു വലിയ തമാശ. ഈ ചെരുപ്പ് പോലും ഇല്ലാതെ ഇയാൾ ഈ വഴി കൂടെ ഇങ്ങനെ നടക്കണ്ട. എടോ, വല്ല മുള്ളും കുത്തി കയറുമെന്ന്. ഓ, പിന്നെ ഞാനങ്ങ് സഹിച്ചു. കിട്ടി. എന്തുപറ്റി? ഇയാളൊരു കരു നോക്കും. എന്റെ കാലിൽ മുള്ളു കൊണ്ട്. ആയി ശരി, ഇപ്പൊ എന്റെ നാക്കിനായ കുഴപ്പം. കിടക്കണു. ഓ, എവിടെ നോക്കട്ടെ? നോക്കട്ടെ. ഒന്ന് അടങ്ങിയിരിക്കുന്നത്. മര്യാദക്ക് വണ്ടി കയറാൻ ഞാൻ പറഞ്ഞല്ലേ. ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കും. ഇയാളിങ്ങനെ കിടന്ന് കീറാതെ ആ ഫയർഫോഴ്സുകാർ മണ്ണിടിച്ച് പാഞ്ഞു വരും. കണ്ട, നല്ല ഒന്നാന്തരം ഇല്ലിമുള്ള. കണ്ട ആശം അവിടെ എടുത്തില്ലേ? പിന്നെ പോയിട്ടെ. മുള്ളെടുത്ത പല്ലെടുത്ത പോലെയല്ല, കാല് വെച്ചാ നടക്കട്ടെ, അറിയോ? ഞാൻ പിന്നെ ഇന്നൊന്നുമില്ല അല്ലേ നടക്കാൻ തുടങ്ങിയത്. അയ്യോടാ, അങ്ങനെയാണല്ലേ? ശരി, നടക്ക്. പറഞ്ഞതല്ലേ ഞാൻ വീഴൂന്ന്. ഒരു കാര്യം പറഞ്ഞാ കേക്കൂല. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇയാളാണെങ്കിൽ വണ്ടി കയറാൻ തയ്യാറോ അല്ല. അതുകൊണ്ട് ഇനി നമുക്കിടയിൽ ഒരൊറ്റ വഴിയുള്ളൂ.
1 2 3. അല്ല 3 കഴിഞ്ഞിട്ട് എന്താ? 4. 4. എന്തായി കാണിക്കുന്ന? അനുസരണ ഇല്ലാത്ത കുട്ടീനെ അനുസരണ പഠിപ്പിക്കുന്നു. താഴെ നിർത്താനും പറഞ്ഞു. നിലത്ത് നിന്നിരുന്നെങ്കിലേ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ. റൗഡി. റൗഡി. ഈ റൗഡി എന്തൊക്കെ ചെയ്യുന്നപ്പോ കാട്ടിത്തരാട്ടാ. എന്നെ വിടാനാ പറഞ്ഞു. അയ്യോ കുഞ്ഞാവനെ. തുറന്നു വിടണം. അവിടെ അടങ്ങിയിരിക്കാൻ. മര്യാദക്ക് എന്നെ തുറന്നു വിടും. മര്യാദക്ക് അവിടെ അടങ്ങിയിരുന്നോ? നോക്കിക്കോ, ഇയാളെ വണ്ടി എടുക്കാൻ പോകുമ്പോഴേ ഞാൻ ചാടും. അത്രയ്ക്കായോ? കെട്ടിട്ടിട്ട് ഇനി ഇയാള് ചാടുന്നത് എനിക്കൊന്ന് കാണണം. യു ആർ അണ്ടർ അറസ്റ്റ് മിസ്സിസ് ശാലിനി. കയ്യില് കെട്ടഴിച്ച് വിട്ടില്ലെങ്കിലേ ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ചു പോവും. വിളിച്ചു പോവിയാലേ ഒരു ഒറ്റ ഇടിഞ്ഞടിക്കും. ഓർഞ്ഞേക്കാം. അറിയാലോ എന്നെ. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. മോളെ, ഈ കല്യാണത്തിന് പിന്നിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നെന്ന് ആരും അറിയില്ലേ മോളെ? ശാരദാമ്മയോ മറ്റോ അറിഞ്ഞ പിന്നെ എനിക്കിവിടെ ജോലിയോ ഇല്ല. ചന്ദ്രേട്ടന്റെ കാര്യം അറിയാലോ. ഈ കുടുംബശ്രീ ഹോട്ടൽ കൊണ്ടാ ഞാനും എന്റെ കുഞ്ഞും വയറ് പിഴച്ചു പോകുന്നത്. എന്നാലും ഇത് വലിയ ചതിയായിപ്പോയി ചേച്ചി. മോൾ എന്തായി പറയുന്നേ? ശാലിനിയുടെ ഒരു ഇഷ്ടക്കൂടുതലുണ്ടെങ്കിലും അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസം എന്നെയായിരുന്നു. വഴി വിട്ട് നടക്കില്ല, അമ്മയ്ക്ക് മാനിക്കേടുണ്ടാക്കില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം എന്നെ തകർന്നത്. അതിന് മോൾ എന്താ മാനക്കേടുണ്ടാക്കിയെന്നാ? ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിച്ചതോ? വഴിപഴിച്ചു പോയെന്നാണോ അതിന്റെ അർത്ഥം? എന്റെ കല്യാണത്തെ പറ്റി ഇങ്ങനെയുള്ള സങ്കല്പങ്ങളായിരുന്നില്ല ഞങ്ങളുടെ ആരുടെ ഉള്ളില്. ശാലിനിയുടെ കാര്യമോ അങ്ങനെയായി. പുളിങ്കൊമ്പി പിടിക്കാൻ വേണ്ടിയാ ബാലചന്ദ്രനെ ഉപേക്ഷിച്ച് വിഷ്ണുവേട്ടനെ ശാലിനി കല്യാണം കഴിച്ചതെന്ന് രാജേശ്വരി പറഞ്ഞത് നാട്ടുകാരും രഹസ്യമായി പരസ്യമായി ഏറ്റു പറയുന്നുണ്ട്. സ്വർണ്ണ ഇല്ലാത്തതുകൊണ്ട് എന്റെ കല്യാണം മുടങ്ങിയതിന് സാക്ഷികളായി ഈ നാട്ടുകാര്. കയ്യില് പണമില്ലാത്തതുകൊണ്ട് ചെറുക്കിന് വല വീശി പിടിച്ചെന്നല്ലേ അവര് പറയൂ. ശാരദാമ്മയുടെ 2 മക്കളും അങ്ങനെയാ. നാളെ നീയും ആ വഴിയെ പോവെന്ന് പറഞ്ഞ് ശ്യാമെ നോക്കി അവര് ചിരിക്കും.